ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഒന്നാം ഘട്ടം ഏത് നിലവാരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു നിലവാരത്തിൽ തന്നെയായിരുന്നു ഇന്നും പരീക്ഷ നടന്നിരുന്നത് എന്ന് പറയാം. മാത്സ് കുറച്ചും കൂടി ലളിതമായിട്ട് തോന്നി കഴിഞ്ഞ ഘട്ടത്തേക്കാൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഒരു ശ്രേണി ബന്ധം കണ്ടെത്തിയിട്ട് അടുത്ത പദം പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45 ഡാഷ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 184 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സംഖ്യ 5 × 1 + 1 6 കിട്ടും. ഇനി രണ്ടാമത്തെ സംഖ്യ 6, അപ്പോൾ 6 × 2 + 2 അപ്പം 14. ഇനി 14 × 3 + 3 45 കിട്ടും. ഇനി 45 × 4 + 4 ഉത്തരം ഓപ്ഷൻ ബി 184 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം ടി സെക്കൻഡിൽ കാർ സഞ്ചരിക്കുന്ന ദൂരം t = 4t² - 3 ആണ്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഓപ്ഷനിലില്ല. 11 മീറ്റർ എന്നുള്ളതാണ് ഉത്തരം. ഈ ഒരു 11 എന്നുള്ളത് ഓപ്ഷനിലില്ല. അടുത്ത ചോദ്യം PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. Pയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. Sൽ P ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. കോൺ PSQ 48 ഡിഗ്രി ആണെങ്കിൽ കോൺ PQR എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 42 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യം 54. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്നത് എഴുതിയിരിക്കുന്നത് ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ട് ഇങ്ങനെയാണ്. എന്നാൽ ഈ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്നത് എഴുതുന്നത് എന്നാണ്. ഇവിടെ ബന്ധം കണ്ടെത്തി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിരുന്നു. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇവിടെ റിലേഷൻ വരുന്നത് ഡിസിപ്ലിൻ എന്നതിൻ്റെ ഓരോ ലെറ്ററും എടുത്താൽ അതിൻ്റെ തൊട്ട് പിറകിലുള്ള അക്ഷരമാണ് ഈ കോഡിലുള്ളത്. അതുപ്രകാരം എഡ്യൂക്കേഷനെ പരിശോധിച്ചാൽ ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷൻ ആയി ബന്ധപ്പെട്ട് കണ്ടെത്താനുള്ളൊരു ചോദ്യമായിരുന്നു. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? അതായത് ഡാനിയുടെ ആരാണ് ടോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പേരക്കുട്ടി. അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 33. അടുത്ത ചോദ്യം കാട്, മൃഗശാല, കടൽ ഡാഷ്. അതായത് ബന്ധം കണ്ടെത്തി അടുത്തത് പൂരിപ്പിക്കാനായിരുന്നു. നമുക്ക് കാട് മൃഗശാല എങ്ങനെ ബന്ധപ്പെടുക? കാട്ടിൽ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലമാണിത് മൃഗശാല എന്നറിയപ്പെടുന്നത്. അപ്പോൾ കടലിലുള്ളത് എന്താ? മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നത് ഓപ്ഷനിലുള്ളത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തുറമുഖം മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതല്ല. വെള്ളം മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതല്ല. ഇവിടെ റിലേഷനിൽ വരില്ല. മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെടാൻ സാധ്യതയില്ല. മത്സ്യങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അക്വേറിയമാണ്, അക്വേറിയം. അടുത്ത ചോദ്യം 58. ഇതൊരു ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. 5, 10, 26, 50 ഡാഷ് 170. ഇവിടെ വിട്ടഭാഗം പൂരിപ്പിച്ചാൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 106. അടുത്ത ചോദ്യം ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു. 237 × ഡാഷ് = 23,700. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.01. ഓക്കെ, അടുത്ത ചോദ്യം താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 5418. അതായത് ഇത്തരം ചോദ്യങ്ങളിൽ 9 കൊണ്ട് ഹരിക്കാനുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകൾ മുഴുവൻ കൂട്ടിയാൽ മതി. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയും. ഇവിടെ 5418 എന്നുള്ള സംഖ്യയെ കൂട്ടിയാൽ നമുക്ക് 18 ആണ് കിട്ടുക. 18നെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ്. മറ്റുള്ള ഓപ്ഷനുകളിൽ തന്നിരിക്കുന്ന സംഖ്യകളെ കൊണ്ടൊന്നും 9 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം 7x + 2 = 49x 2x - 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ് എന്നതാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8h/3. ഓക്കെ, അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? ഇവിടെ ഇത് മലയാളം വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ അതായത് റെസിപ്രോക്കലിൻ്റെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 8/15. അടുത്ത ചോദ്യം രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 24 ആണ്, ഓപ്ഷൻ സി 24.
അടുത്ത ചോദ്യം, തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ ആ 4ൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 241. അടുത്ത ചോദ്യം, എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 16 ദിവസം. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സൂചി 4:50 ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? അതായത് 4:50 ഒരു ക്ലോക്കിലെ കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് 155. അടുത്ത ചോദ്യം, 2:11 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3:- എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് 30. അടുത്ത ചോദ്യം, ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏതായിരിക്കുമെന്നാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഞായർ. ഓപ്ഷൻ സി ഞായർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നതായിരുന്നു. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് 12 ത്രികോണങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, അടുത്തത് ദിശാവബോധം വെച്ച് ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ മാത്സിലെ 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര മാർക്ക് ലഭിച്ചു എന്നും ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റി എന്ന് കരുതുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.